എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിലെ മാത്സ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 10 raised to x into 4 by 5 raised to x is equal to 2 raised to 8 ആയാൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് കൃത്യംഗങ്ങൾ എന്ന ഭാഗത്ത് നിന്നും വരുന്ന ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. തന്നേക്കുന്ന ക്വസ്റ്റ്യനിലെ LHS ആദ്യം നമുക്ക് ഇങ്ങ് എടുത്തെഴുതാം. 10 raised to x into 4 divided by 5 raised to x. കൃത്യംഗങ്ങളിൽ നമുക്കിത് കട്ട് ഷോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ തന്നേക്കുന്നത് എല്ലാം ബേസ് സെയിം ആയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ തന്നേക്കുന്ന നമ്പേഴ്സിനെ ഏറ്റവും റെഡ്യൂസ്ഡ് ഫോമിലേക്ക്, അതായത് 10നെ നമുക്ക് 10നെയും 4നെയും നമുക്ക് വീണ്ടും ഒന്ന് റെഡ്യൂസ് ചെയ്ത് എഴുതാം. 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 10നെ 2 into 5 എന്ന് എഴുതാം. അതുപോലെ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 square എന്നും എഴുതാം. അപ്പോൾ 10 raised to x എന്ന് പറയുന്നത് എങ്ങനെ മാറും? 2 into 5 the whole raised to x എന്ന ഫോമിലേക്കാവും. കൃത്യംഗങ്ങളിൽ ഇങ്ങനെ ഒരു നിയമം പറയുന്നുണ്ട്. എ ബി ദ ഹോൾ റേസ് ടു എക്സ് ആണ് എങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ 10 റേസ് ടു എക്സ് ഇപ്പം എങ്ങനെ മാറി? 2 റേസ് ടു എക്സ് ഇൻറ്റു 5 റേസ് ടു എക്സ് എന്ന ഫോമിലേക്ക് മാറി. ഇത്ര മനസ്സിലായല്ലോ. അതുപോലെ നമുക്ക് എങ്ങനെ 4നെ ഇതുപോലെ മാറ്റി എഴുതാം. 4 എന്ന് പറയുന്നത് എന്താണ്? 2 square എന്ന് നമ്മൾ മാറ്റി എഴുതി. ഇനി നമ്മുടെ ചോദ്യത്തിലെ LHSനെ അപ്പോൾ നമ്മൾ മാറ്റി എഴുതാൻ പോകണം. അതായത് ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to x into 5 raised to x into 2 square the whole divided by 5 raised to x. അപ്പം നോക്കിക്കേ, നമുക്ക് ഇതിനെ റെഡ്യൂസബിൾ ഫോമിലേക്ക് വന്നു. ഇത് ഈ 5 raised to xനെയും ഈ 5 raised to xനെയും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. വീണ്ടും ഇത് ഏത് ഫോമിലേക്ക് മാറിയത് അവിടെ എഴുതാം കേട്ടോ. 2 raised to x into 2 square എന്ന ഫോമിലേക്ക് മാറി. വീണ്ടും നമുക്കൊരു ഇതിലൊരു ലോ എന്ന് പറയുന്നത് a raised to m into a raised to n എന്ന് പറയുന്നത് a raised to m plus n ഫോമിലേക്ക് എഴുതാം. അതായത് ബേസ് സെയിം ആയിട്ട് വരികയാണ് എങ്കിൽ അതിനെ ഒറ്റ ബേസിലേക്ക് ആ സെയിം ബേസിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ഈ പവറുകൾ തമ്മിൽ കൂട്ടുക. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. ആ ഫോമിലാണല്ലോ ഇത് കിടക്കുന്നത്. 2 റേസ് ടു എക്സ് ഇൻറ്റു 2 സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? 2 റേസ് ടു എക്സ് പ്ലസ് 2 എന്ന ഫോമിലേക്ക് മാറി. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ LHS എന്തായിരുന്നു? 10 റേസ് ടു എക്സ് ഇൻറ്റു 4 by 5 റേസ് ടു എക്സ്. ഇതിപ്പോൾ ഏത് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തു? 2 റേസ് ടു എക്സ് പ്ലസ് 2 എന്ന ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തു. ഇനി RHS നോക്കാം. RHS എന്താണ്? 2 റേസ് ടു 8 ആണ്. അപ്പോൾ LHS ഈക്വൽ ടു RHS എന്ന ഫോമിലേക്ക് വരികയാണ് എങ്കിൽ എങ്ങനെ എഴുതും? 2 റേസ് ടു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 2 റേസ് ടു 8. വീണ്ടും നമുക്കൊരു റൂള് നോക്കാം. എ റേസ് ടു എം ഈക്വൽ ടു എ റേസ് ടു എൻ ഫോമിലാണ് കിടക്കുന്നത് എങ്കിൽ നമുക്ക് അവിടെ നിന്നും എം ഈക്വൽ ടു എൻ എന്നൊരു റിലേഷനിലേക്ക് എത്താം. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പം ഈ ഇക്വേഷനിൽ നമുക്ക് എന്തെടുത്തെഴുതാം? എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 8 എന്ന് എഴുതാലോ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 8 മൈനസ് 2 ഇസ് ഈക്വൽ ടു 6 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിന്റെ 91% ആയാൽ ആകെ മാർക്ക് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് തന്നേക്കുന്നത് എന്താ? ഒരു വാല്യൂവിന്റെ 91% തന്നേക്കുന്നത് അല്ലെ. അപ്പൊ രാജുവിന് കിട്ടിയ മാർക്ക് എത്രയാ? 455. അത് ആകെ മാർക്കിന്റെ 91%. അപ്പൊ നമുക്ക് അതിങ്ങ് എടുത്തെഴുതാം. 91% എന്ന് പറയുന്നത് എത്രയാന്നാണ് പറഞ്ഞേക്കുന്നത്? 455 ആണ്. ആകെ മാർക്ക് എത്രയാന്നാ ചോദിച്ചേക്കുന്നത്.
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജിൽ നിന്ന് വന്നേക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ എപ്പോഴും നമ്മൾ ഫുൾ വാല്യൂ അല്ലെങ്കിൽ ആകെ മാർക്ക്, ടോട്ടൽ വാല്യൂ എന്നൊക്കെ പറയുന്നതിന് നമുക്ക് എത്ര എടുക്കാം? 100% എന്നാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? 100%. ആകെ മാർക്ക് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ഒരു ഫോമിലേക്ക് നമ്മുടെ ചോദ്യത്തിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇങ്ങനെ ഒരു ഫോമിലേക്ക് A to B, ഇങ്ങനെ ഒരു ഫോമിലേക്ക് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നെ നമുക്ക് ഏത് ഓപ്ഷനും ഏത് ആൻസർ നമുക്ക് ഇത് എളുപ്പം കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ഈ D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ ഇതിനെ തമ്മിലങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതുകൊണ്ട് അത് ഡിവൈഡ് ചെയ്യുക. അതായത് B into C divided by A ആയിരിക്കും എന്ത് നമ്മുടെ D എന്ന് പറയുന്നത്. മനസ്സിലായോ? ആദ്യം ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഇതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ D എന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കാണ് ഡിയുടെ പൊസിഷനിൽ കിടക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവരെ തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് ഇതുകൊണ്ട് ഹരിക്കുക, 91 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇങ്ങനെ വരും 455 into 100 ദെൻ ഡിവൈഡഡ് വിത്ത് ദിസ് 91. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ കിട്ടും. എങ്ങനെ എഴുതാം? 455 into 100 ഡിവൈഡഡ് ബൈ 91. നമുക്ക് 91നെ 455നെയും 5 കൊണ്ട് വെട്ടാം. 91 into 5 ആണ് 455. 5 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 500. അപ്പം നമുക്ക് ആകെ മാർക്ക് എത്രയാണ്? നമ്മുടെ 500 ആണ്. സോ ഓപ്ഷൻ B ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് വേറെ ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. തന്നേക്കുന്ന പെർസെൻറ്റേജിന് നമ്മൾ ആദ്യം എടുത്തെഴുതി, ആകെ മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ 100% എത്രയാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ ആകെ മാർക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ B 500 ആണ്. അടുത്ത ചോദ്യം നോക്കാം. പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് ഡിവിഷനെയും ഇൻറ്റു എന്നത് മൈനസിനെയും ഡിവിഷൻ എന്നത് പ്ലസിനെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 25 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 900 മൈനസ് 90 ഇൻറ്റു 100ന്റെ വില എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഇങ്ങനെ വരുന്ന എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ ബോട്ട്മാസ് റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബോട്ട്മാസ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിൻ്റെ ഓർഡറിനെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ഒരു ഓർഡറാണ് വരുന്നത്. മിക്കവാറും എല്ലാ ചോദ്യങ്ങളിലും ഈ ഒരു 4 ഓപ്പറേഷൻസ് ആണ് മെയിനായിട്ട് നമുക്ക് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തന്നേക്കുന്ന എക്സ്പ്രഷൻ എടുത്തെഴുതുക. അപ്പോൾ ആ തന്നേക്കുന്ന എക്സ്പ്രഷൻ നടക്കുള്ള സൈൻ നമ്മൾ എഴുതരുത്. ജസ്റ്റ് ആ നമ്പേഴ്സ് എല്ലാം ഇങ്ങനെ പറക്കി എഴുതാം. 25, 5, 900, 90, 100 ഇങ്ങനെയാണല്ലോ. നമുക്കിനി ഫസ്റ്റ് ആദ്യത്തെ ചിഹ്നം എന്തായിരുന്നു? പ്ലസ് ആണല്ലേ. അപ്പൊ ഈ പ്ലസ് എന്ന് പറയുന്നത് എന്തിനാ കാണിക്കുന്നത്? ഇൻറ്റുവിനെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? ഇൻറ്റു. അടുത്ത ചിഹ്നം ഡിവിഷൻ എന്നത് എന്തിനാണ് കാണിക്കുന്നത്? പ്ലസിനെയും. അഗെയിൻ മൈനസ് എന്നത് എന്തിനെ കാണിക്കുന്നു? ഡിവൈഡഡ് വിത്ത് ഡിവിഷനെയാണ് കാണിക്കുന്നത്. ഇൻറ്റു എന്നത് മൈനസിനെയും കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്തു വന്നു. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇനി നമ്മൾ ബോട്ട്മാസ് റൂൾ അപ്ലൈ ചെയ്യും. ബോട്ട്മാസ് റൂളിന്റെ ഓർഡർ നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമുക്ക് ഈ കേസിൽ 4 എണ്ണേ ഉള്ളൂ. ഡി മാസ് ഇത്രയും നമുക്ക് നോക്കിയാൽ മതി. ഇതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡിവിഷൻ കൊടുക്കും. അതായത് ഇതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ, ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, അഗെയിൻ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ട ഇതാണല്ലോ. അപ്പം ഇത് നമുക്ക് ആദ്യം ചെയ്യാം. 900 ഡിവൈഡഡ് വിത്ത് 90. അപ്പം എന്ത് വരും? 900/90 എന്ന് പറയുന്നത് 10 എന്ന് വരും ഇതിൻ്റെ ആൻസർ അല്ലേ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്തു? 25 into 5 പ്ലസ് അങ്ങനെ തന്നെ കൊടുത്തു. ഈ 1 ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ 10 എന്ന് കിട്ടി, -100 ഇങ്ങനെ റെഡ്യൂസ് ചെയ്തു. ഇനി അടുത്തത് എന്താ? ഡിവിഷൻ കഴിഞ്ഞാൽ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇതാണല്ലോ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. 25 into 5 അത് എത്ര വരും? 5 25, 5 10 2 12. അപ്പോൾ അവിടെ നമ്മുടെ ഇത് 125. അപ്പോൾ ഇക്വേഷൻ ഇപ്പം എങ്ങനെ മാറി? +10 - 100. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏതാണ്? അഡീഷൻ ആണ്. മൂന്നാമത്തെ ഓപ്പറേഷൻ അഡീഷൻ ആണല്ലോ.
അപ്പോൾ നമ്മൾ ഇനി ഈ അഡീഷൻ ചെയ്യും. അപ്പോൾ 125 10 എത്രയാണ്? 135. അപ്പോൾ വീണ്ടും എക്സ്പ്രഷൻ എടുത്ത് എഴുതുമ്പോൾ -100. 135 -100 അത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉത്തരം ഫൈനലി ഇക്വേഷൻ റെഡ്യൂസർ ടു വാട്ട്? 35. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 35 ആണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ക്യാറ്റ് എന്നത് 9 ആയും ഡീർ എന്നത് 11 ആയും കോഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ കോഡ് ഭാഷയിൽ എലിഫന്റ് എന്നത് എങ്ങനെ രേഖപ്പെടുത്തുന്നതാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ക്യാറ്റ് എന്നത് എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? 9. ഡീർ എന്ന വാക്കിനെ എന്തെന്ന് കോഡ് ചെയ്തേക്കുന്നു? 11 ആയിട്ടും കോഡ് ചെയ്തേക്കുന്നു. ഇങ്ങനെയാണ് എങ്കിൽ എലിഫന്റ് എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? നമുക്ക് നോക്കാം. ഈ ക്യാറ്റിനെ 9 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പൊസിഷൻ വാല്യൂ അല്ല എടുത്തേക്കുന്നത്, ഈ ഒരു വേർഡിലുള്ള ലെറ്റേഴ്സിന്റെ എണ്ണം വെച്ചിട്ടാണ് ഇവർ ഈ ഒരു റിലേഷനിലേക്ക് എത്തിയേക്കുന്നത്. ഇത് ചെറിയൊരു കൺഫ്യൂഷൻ എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ചിലർക്ക് അത് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ബൈ പ്രാക്ടീസ് അത് എളുപ്പമാവും. നമുക്ക് എന്താണെങ്കിലും നോക്കാം. ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3 ലെറ്റേഴ്സ് ഉണ്ടല്ലോ. 1 2 3. അപ്പോൾ 3 × 2 + 3 നോക്കിക്കേ എത്ര വരിക? 3 2 6 6 3 9. ഇനി ഡീർ എന്ന വാക്ക് നോക്കുക. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4. അഗെയിൻ 4 × 2 + 3. അപ്പോൾ എത്ര വന്നു? 11. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എലിഫന്റിന്റെ കേസിൽ നോക്കാം. 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ് അവിടെയുള്ളത്. അപ്പോൾ ഈ സെയിം റിലേഷൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് 8 × 2 + 3. അപ്പോൾ എത്ര വരും? 19. 8 2 16 16 3 19. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. 2018 ജനുവരി 1 തിങ്കളായാൽ 2022 ജനുവരി 1 ഏത് ദിവസം? ഇത് കലണ്ടറിൽ നിന്നുള്ള ചോദ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ ഈ തരം ചോദ്യങ്ങളുടെ, അതായത് ഇവിടെ ദിവസം സെയിം ആണ് കണ്ടോ, 2 സ്ഥലങ്ങളിലും ജനുവരി 1 എന്ന സെയിം ദിവസം തന്നെയാണ്. പക്ഷെ ഡിഫറൻസ് വന്നേക്കുന്നത് എവിടെയാണ്? വർഷത്തിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഈ 2 സ്റ്റെപ്പുകളിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസറിലേക്ക് എത്താം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ വർഷങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ 2 വർഷങ്ങളുടെ ഇടയിലുള്ള നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ് കണ്ടുപിടിക്കണം. ഷോർട്ടായിട്ടാട്ടോ എല്ലാം എഴുതുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 1 + 2 ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യണം. ആ കിട്ടുന്ന നമ്പറിനെ തന്നിരിക്കുന്ന ദിവസത്തോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ദിവസം ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുകൂടെ പറയാം. ഇങ്ങനെ ദിവസങ്ങൾ സെയിമും വർഷം ഡിഫറൻറ്റുമായിട്ട് വരുന്ന കേസുകളിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ആ വർഷങ്ങളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് ആ 2 വർഷങ്ങളുടെ ഇടയിലും എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന നമ്പർ ഏതാണോ ആ നമ്പർ നമ്മൾ തന്നേക്കുന്ന ദിവസത്തിന്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കൂട്ടിയെടുക്കുന്ന ദിവസമായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്താണെന്ന് ആദ്യം എടുത്തെഴുതാം. 2018 ജനുവരി 1 ഏതാണെന്ന് തന്നേക്കുന്നത്? തിങ്കൾ. അങ്ങനെയാണ് എങ്കിൽ 2022 ജനുവരി 1 ഏത് ദിവസമാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിഫറൻസ് ഓഫ് ഇയർ, 2 വർഷവും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ വരും? 2022 - 2018. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഈ 2 വർഷങ്ങളുടെ ഇടയിൽ എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ട്? 2018-ന്റെയും 2022-ന്റെയും ഇടയിൽ വരുന്ന ലീപ്പ് ഇയർ എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ് വരുന്നുള്ളൂ. അത് 2020 ആണ് അല്ലേ? അപ്പോൾ ഇനി അടുത്ത ലീപ്പ് ഇയർ എന്ന് പറയുന്നത് 2024 ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവില്ല, അത് 22 വരെയാണല്ലോ നമുക്കുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ് എന്ന് പറയുന്നത് എത്ര വരും? 1 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഡിഫറൻസ് നമുക്ക് കിട്ടി 4 എന്നും നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ് 1 എന്നും കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എന്താ നമ്മൾ പറഞ്ഞത്? 4ഉം 1ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ എന്ത് വരും? 4 + 1 = 5 എന്ന് വരും.
ഇനി എന്താ ചെയ്യണം? തന്നേക്കുന്ന ദിവസം ഏതാണോ ആ ദിവസത്തിന്റെ കൂടെ 5 ദിവസം കൂടെ കൂട്ടിയെടുക്കണം. അതായത് തിങ്കൾ പ്ലസ് 5 ചെയ്യണം. തിങ്കൾ അപ്പോൾ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. 5ആയില്ലേ? തിങ്കളോടുകൂടി 5 തിങ്കൾ പ്ലസ് 5 ദിവസങ്ങൾ. 1, 2, 3, 4, 5 അങ്ങനെ എണ്ണണം. ചൊവ്വയിൽ 1 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം. തിങ്കളിൽ എണ്ണരുത്. തിങ്കൾ കഴിഞ്ഞിട്ട് ചൊവ്വ മുതൽ. ചൊവ്വ 1, ബുധൻ 2, വ്യാഴം 3, വെള്ളി 4, ശനി 5. അങ്ങനെ നമ്മൾ 5 കൂട്ടിയെടുക്കും. അപ്പോൾ നമുക്ക് 2022 ജനുവരി 1 ഏത് ദിവസമായിട്ട് കിട്ടും? ശനിയായിട്ട് നമുക്ക് വരും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ് കണ്ടുപിടിക്കുക, അത് തമ്മിൽ ആഡ് ചെയ്യുക, ആ കിട്ടുന്ന നമ്പർ ഏതാണോ അതിന് തന്നേക്കുന്ന ദിവസത്തോട് കൂട്ടുക. ആ ദിവസമായിരിക്കും, അത്രയും ദിവസങ്ങൾ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടതായ ദിവസം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. ഒരു പാറ്റേൺ ആണ് തന്നേക്കുന്നത് അല്ലേ? 3, 7, 16, 35, 74. അപ്പൊ നോക്കിക്കേ, നമുക്കൊന്ന് എടുത്ത് എഴുതി നോക്കാം ആ സീക്വൻസ്. 3, 7, 16, 35, 74. നെക്സ്റ്റ് ഡിജിറ്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, നെക്സ്റ്റ് നമ്പർ. അപ്പൊ ഇങ്ങനെ തരുന്ന കേസിൽ നമ്മൾ ആദ്യം പാറ്റേണിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അത് കൂടിയാണ് വന്നേക്കുന്നത്. ഇനി അത് എന്ത് ഫാക്ടർ വെച്ചാണ് അത് കൂടിയേക്കുന്നത് എന്നൊരു റിലേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ക്ലിയർ ആവും. അത് ഓൾമോസ്റ്റ് ഡബിളിനേക്കാളും ആ നമ്പറിന്റെ ഡബിളിനേക്കാളും ഇരട്ടിയായിട്ട് കൂടുതലായിട്ടാണ് പോയേക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, 3, 7 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 3 × 2 ഇരട്ടി എടുത്തു, +1 ചെയ്തപ്പോൾ എന്ത് തോന്നുന്നു? 7 കിട്ടി. വീണ്ടും നോക്കാം. ഇവിടെ 7 to 16 എങ്ങനെ പോകും? 7 × 2 14 ആണ് ആവുള്ളൂ, 16 ആണ് വന്നേക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? 7 × 2 +2 ചെയ്തപ്പോൾ നമുക്ക് 16 കിട്ടി. അപ്പോൾ ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ പയ്യെ ചിലർക്കെങ്കിലും വന്നു കാണും. അപ്പൊ അടുത്തതും കൂടെ നമുക്ക് നോക്കാം. 16 × 2 +3 ചെയ്യുമ്പോൾ എന്ത് വരും? 32 + 3 35. ഇതുവരെ നമ്മുടെ സീക്വൻസ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 35 × 2 +4 ചെയ്യുമ്പോൾ 74 വന്നു. അങ്ങനെയാണ് എങ്കിൽ ഇനി അടുത്തത് ഏതായിരിക്കും? 74 × 2 +5 ആയിരിക്കുമല്ലോ ചെയ്യണ്ടേ. അപ്പൊ 74 × 2 എത്ര വരും? 2 8 7 2 14 +5 ആണ്. +5 എന്ന് പറയുമ്പോൾ 8 5 13 5 153 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 153 ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 + 3 + 5 etc. up to n പദങ്ങൾ ഡിവൈഡഡ് വിത്ത് 1 + 2 + 3 etc. up to n പദങ്ങൾ = 12/7 ആയാൽ എന്നിന്റെ വില എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ ന്യൂമറേറ്ററിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം 1 3 5 എല്ലാം ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സ് ആണല്ലേ. ഓഡ് നമ്പേഴ്സിന്റെ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് n² ആണ്. ആ ഒരു ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒറ്റ സംഖ്യകളുടെ n വരെയുള്ള 1 മുതൽ അല്ലെ, അതായത് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആയിരിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ n പദങ്ങളുടെ, തുടർച്ചയായ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് n × n+1/2 ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ആദ്യത്തെ ഓഡ് നമ്പേഴ്സിന്റെ കേട്ടോ, അതായത് 1 മുതൽ n വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ തുകയാണ് n². ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയാണ് n × n+1/2 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ മുകളിലുള്ളത് ഓഡ് നമ്പേഴ്സിന്റെ സം n² ഡിവൈഡഡ് ബൈ തുടർച്ചയായ n എണ്ണൽ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് n × n+1/2 വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? 12/7 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും? n² × 2 ഡിവൈഡഡ് ബൈ n × n+1 ഈസ് ഈക്വൽ ടു 12/7. ഈ n² ഈ n കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്തായി? 2n ഡിവൈഡഡ് ബൈ n+1 ഈസ് ഈക്വൽ ടു 12/7. അപ്പോൾ ഇവിടെ 2നും 12നും കട്ട് ചെയ്യാം, 6. അപ്പോൾ ഇതെന്തോന്നു? n ഡിവൈഡഡ് ബൈ n+1 ഈസ് ഈക്വൽ ടു 6/7. അപ്പോൾ ഇതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം.
ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം n is equal to 6 എന്ന് കിട്ടും നമുക്ക് ഇതിൽ നിന്ന്, അല്ലേ? ന്യൂമറേറ്ററുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ n equal to 6 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിനാണ് ഇക്വേറ്റ് ചെയ്യുന്നത് എങ്കിൽ എങ്ങനെ വരും? n+1 is equal to 7 എന്ന് വരും. അപ്പോഴും n is equal to 7 - 1 6 എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ n-ന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? ഓപ്ഷൻ ബി 6 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ ഒരു ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇതാണ് ചോദിച്ചേക്കുന്നത്. പെർസെൻറ്റേജിൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, എപ്പോഴും നമ്മൾ ഫുൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയിലാണ് എടുക്കുന്നത്? 100% എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ആദ്യം പറഞ്ഞേക്കുന്നത്? നഷ്ടമുണ്ടായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നഷ്ടം എന്ന് പറയുന്നത് ആ പെർസെൻറ്റേജിനെ നമ്മൾ 100-ൽ നിന്നും കുറയ്ക്കണം. ലാഭം എന്നാണ് പറയുന്നത് എങ്കിൽ അത് നമ്മൾ 100-നോട് കൂട്ടണം. എന്നിട്ട് ആ വാല്യൂവിനെയാണ് നമ്മൾ ഈ ഗിവൺ വാല്യൂവിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്നേക്കുന്നത്? ഒരാൾ ഒരു ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. അപ്പം നഷ്ടമാണ്. അപ്പം 100-ൽ നിന്നും 18 കുറയ്ക്കണം. 18 കുറച്ച് കഴിഞ്ഞപ്പോൾ 100-ൽ നിന്ന് 18 പോയാൽ 82% എന്ന് നമുക്ക് കിട്ടും. 82% എത്ര? 4920 എന്ന് പറയുന്നത്. ക്ലിയർ? ഇനിയിപ്പോൾ നമുക്ക് 18% ലാഭമാണ് എന്ന് ആയിരുന്നുവെങ്കിൽ ഇതെങ്ങനെ മാറിയേനെ? 100 + 18 118% ഈ 4920 ആയിട്ട് മാറുക. ഇവിടെ നമുക്ക് തന്നേക്കുമ്പോൾ 18% നഷ്ടമുണ്ടായി. അപ്പോൾ 82% 4920. ഇനി ചോദിച്ചേക്കുന്ന 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ഭാഗം എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലേ? അപ്പോൾ 15% ലാഭം എന്ന് പറയുമ്പോൾ എന്ത് വരും? 100-നോട് കൂടി ലാഭം കൂട്ടണം. 15 കൂട്ടുമ്പോൾ 115% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? 115% നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, A to B C to Dയിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ ഡി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ഇവരെ തമ്മിൽ ഗുണിക്കുക, ഇതുകൊണ്ട് ഹരിക്കുക. അപ്പം D is equal to B into C/A എന്ന് എഴുതാൻ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ഈ സെയിം ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവരെ തമ്മിൽ ഗുണിക്കുക, ഇതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ എങ്ങനെ വരും? 4920 into 115 divided with 82. നമുക്കിതിനൊന്ന് റെഡ്യൂസ് ചെയ്യാം. 4 2 8 O 2 2 ഈ 2 4 4 2 8 12 6 2 12 0 41 41 into 6 ആണ് 246. അപ്പോൾ ഇത് 60. അപ്പോൾ നമുക്കിനി ഡി കണ്ടുപിടിക്കാം. D is equal to 115 into 60 ആണ്. അപ്പോൾ അത് നമുക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 30 1 6 6 3 9 1 6 6 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടി ആ 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ ആ ഒരു ഡസൻ ബാഗുകൾ 6900 രൂപയ്ക്കായിരുന്നു കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓരോ ബാഗും എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടതെന്നാണ് ചോദിച്ചത്. അപ്പം 12 ബാഗുകളുടെ വിലയാണ് എന്ത്? 6900. അപ്പം അതിൽ ഒരു ബാഗിൻ്റെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6900 divided with 12. അപ്പം ഇത് എത്ര വരും? 12 5 60 12 7 5. അപ്പോൾ ഒരു ബാഗിൻ്റെ വില എന്ന് പറയുന്നത് 575. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അപ്പോൾ ഇവിടെ വേറൊന്നും നമ്മൾ നോക്കണ്ട. ലാഭം എന്ന് പറയുകയാണെങ്കിൽ 100-നോട് ആ വാല്യൂ കൂട്ടുക, നഷ്ടം എന്നാണെങ്കിൽ 100-ൽ നിന്നും ആ വാല്യൂ കുറയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. സാമാന്തരികം ABCDയിൽ AB AD എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ യഥാക്രമം 5 cm 20 cm ആണ്. സാമാന്തരികത്തിന്റെ വിസ്തീർണം 160 cm² ആയാൽ അതിന്റെ ചുറ്റളവ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് സാമാന്തരികത്തിന്റെ 2 ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം. സാമാന്തരികം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ടുള്ള ഒരു രൂപമാണ് സാമാന്തരികം എന്ന് പറയുന്നത്. വരച്ചപ്പോൾ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ട്, ക്ഷമിക്കുക. ABCD ഈ പാരലോഗ്രാമിൻ്റെ ABCD എന്നീ സൈഡ്സ് പാരലായിരിക്കും. അതുപോലെ BCയും ADയും പാരലായിരിക്കും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഈ ബേസിലേക്ക് നമ്മൾ വരയ്ക്കുന്നതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് 90 ഡിഗ്രി ലംബമായിട്ട് വരയ്ക്കുന്ന ഇതാണ് H1. അതുപോലെ ഈ സൈഡിൽ നിന്ന് ഈ ബേസിലേക്ക് വരയ്ക്കുന്ന ഇത് അടുത്ത ഹൈറ്റ് H2. ഇനി നമ്മൾ പറഞ്ഞു ഈ 2 വശവും സെയിം ആണ്, ഈ 2 വശവും സെയിം ആണ്, അല്ലേ?
അപ്പോൾ ഇത് എക്സ് എന്ന് കൊടുക്കാം, ഇത് വൈ എന്ന് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നമ്മുടെ ചതുരത്തിൻ്റെ ഒക്കെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ പോലെ 2 × x+y ആണ് എന്ത് ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇനി അതായത് എക്സ് വൈ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 2x + 2y ആവും. അതാണ് 2 × x+y. ചതുരത്തിൻ്റെ അതേ ഇത് തന്നെയാണ് സാമാന്തരികത്തിൻ്റെയും ചുറ്റളവ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് അല്ല, ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. സാമാന്തരികത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷനാണ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ AB × H1 എന്ന് പറയുന്നത് ഏരിയയുടെ ഇക്വേഷൻ, AB × H1. അല്ല എങ്കിൽ എങ്ങനെ എഴുതാം, BC × H2 എന്ന് പറയുന്നതും ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കേസിലും ഏരിയ എപ്പോഴും സെയിം ആയിരിക്കും. രണ്ട് രീതിയിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമെന്ന് മാത്രം. അപ്പോൾ ഇത്രയും ഇവിടെ സൈഡിൽ കിടന്നോട്ടെ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. സാമാന്തരികം ABCDയിൽ AB AD എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ യഥാക്രമം 5 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ ആണ്. അതായത് രണ്ട് ഹൈറ്റ് തന്നിട്ടുണ്ട്, H1 5 എന്ന് തന്നിട്ടുണ്ട്, H2 എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സാമാന്തരികത്തിന്റെ വിസ്തീർണവും ഓൾറെഡി ഗിവൺ ആണ്, 160 സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിന്റെ ചുറ്റളവാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വശങ്ങൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ AB × H1 അല്ലെങ്കിൽ BC × H2 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് മീൻസ് ഏരിയ കിട്ടും. അപ്പോൾ ഇവിടുത്തെ AB × H1 എന്ന് പറയുന്ന ഏരിയ എത്രയാണ്, 160 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ H1 അറിയാം, AB × 5 ആണ് എന്ത് 160. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് AB കണ്ടുപിടിക്കാമല്ലോ. 160/5 അതെത്ര വരും, 1 5 5 3 15 32 എന്ന് വരും. ഇനി നമുക്ക് അടുത്ത് തന്നേക്കുന്ന ADയിലേക്ക് വരച്ചേക്കുന്ന ലംബാണ്. AD തന്നെയാണ് കേട്ടോ BC, രണ്ടും പാരലൽ സൈഡ്സ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ADയുടെ സൈഡിലേക്കുള്ള ലംബം നമുക്ക് കിട്ടിയിട്ടുണ്ട്. AD × H2 ആ രണ്ടിലും ഏത് കേസ് എടുത്താലും ഏരിയ സെയിം ആയിരിക്കും. AD × H2 എത്ര തന്നെയാണ്, 160 ആണ്. അപ്പോൾ AD × H2 എന്ന് പറയുന്നത് 20 ആണ്. 20 = 160. H2 നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ AD = എങ്ങനെ വരും, 160/20, ദാറ്റ് ഈസ് 8 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടി, AB 32 എന്നും കിട്ടി, AD 8 എന്നും കിട്ടി. രണ്ടു വശങ്ങൾ ABയും കിട്ടി ADയും കിട്ടി. അപ്പൊ ലെങ്ത്തിന്റെ വശവും കിട്ടി, ബ്രെഡ്ത്തിന്റെ വശവും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × L+B ആണ്. അതായത് 32 + 8 എന്ന് വരും. ദാറ്റ് ഈസ് 32 × 40 40 × 2 80 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 8 27 64 100 125 216 343 ഇതാണ് നമുക്ക് തന്നേക്കുന്ന സീക്വൻസ്. ഇതിൽ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ക്യൂബുകളാണ്. ഓരോ നമ്പേഴ്സിന്റെയും ക്യൂബുകളാണ് എഴുതിയേക്കുന്നത്. നമ്മൾ കുറച്ച് നമ്പേഴ്സിന്റെ 20 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബുകളും സ്ക്വയേഴ്സ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. 8 എന്ന് പറയുന്നത് എന്താണ്, 2 ക്യൂബാണ് 8. 3 ക്യൂബാണ് എന്ത്, 27. ദെൻ 4 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. 4 ക്യൂബ് എന്ന് പറയുന്നത് 64. അഗൈൻ 5 ക്യൂബ് എന്ന് പറയുന്നത് 125. 6 ക്യൂബ് എന്ന് പറയുന്നത് 216. 7 ക്യൂബ് എന്ന് പറയുന്നത് 343. അപ്പൊ ഇങ്ങനെ പോവാണ് സീക്വൻസ്. ഇതില് ഓടായിട്ട് കിടക്കുന്ന എന്താ, ഒരു 100 ആണ്. 100 എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് 10ന്റെ സ്ക്വയർ ആണ് 100. അപ്പോൾ അത് മാത്രമാണ് ഇതിൽ ഓടായിട്ട് കിടക്കുന്നേ ഉള്ളൂ അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ ഓഡ് വൺ ഏതാണ്, ഓപ്ഷൻ ബി 100 ആണ്. ബാക്കിയെല്ലാം ക്യൂബുകളാണ്, നമ്പേഴ്സിന്റെ ക്യൂബുകളാണ് തന്നേക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇത്രയുമാണ് ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിലെ മാത്സിലെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും. എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്